ശ്രീജിത്ത് പണിക്കർ, താങ്കൾക്ക് അനുകൂലിക്കാൻ പറ്റുന്നുണ്ടോ രാഹുലിന്റെ നിലപാടിനെ അനുകൂലിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, രാഹുലിന്റെ നിലപാട് യാതൊരു വിധത്തിലുള്ള സ്ഥിരതയും ഉള്ളതല്ല. അത് ഇന്ത്യക്കാർക്ക് സ്വീകരിക്കാൻ കഴിയാത്തൊരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം ചോദിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സ്കെർമിഷ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ജയിച്ചു, അതോടുകൂടി അതവിടെ കഴിഞ്ഞു എന്നാണ്. ആ കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിന് അസ്യൂം ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, അദ്ദേഹം ഇപ്പോഴും കാണുന്നത് ഷഹീദ് അഫ്രീദിയെ പഴയ ഒരു സ്വാഷ് ബക്ലിംഗ് ക്രിക്കറ്ററായിട്ടാണ്. അഫ്രീദിയുടെ ക്രിക്കറ്റ് സ്കില്ലിനെ പറ്റിയിട്ടുള്ള ഒരു ഡിബേറ്റ് അല്ല ഇത്. അഫ്രീദി എത്ര മികച്ച കളിക്കാരനായിരുന്നു എന്നുള്ള ഒരു ഡിബേറ്റ് അല്ല. ഇന്ത്യയുമായി കളിക്കുന്ന സമയത്ത് ഇന്ത്യക്ക് വലിയ തലവേദന ഉണ്ടാക്കിയ താരവുമാണ്. അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം രാഹുൽ ഈശ്വർ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഷഹീദ് അഫ്രീദി പെർസോണ നോൺ ഗ്രാറ്റയാണ്. അദ്ദേഹം ഇന്ത്യയിൽ ഒരു അൺവെൽക്കം പേഴ്സൺ ആണ്. മറ്റുള്ള പാകിസ്ഥാനികളെ പോലെ അദ്ദേഹത്തിന്റെ വീസ സ്റ്റാൻഡ്സ് റിവോക്ഡ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഇന്ത്യയിൽ പ്രവേശിക്കാനുള്ള അനുമതിയില്ല. രണ്ട്, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഇന്ത്യ വിരുദ്ധമായതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രത്യേകമായിട്ടുള്ള ലീഗൽ നിർദ്ദേശങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി ഇന്ത്യൻ ISPകളിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും അത് തുടരുകയാണ്. അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ട് രാഹുൽ ഈശ്വർ ഒന്ന് എടുത്ത് നോക്കൂ, ആക്സസ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് എടുത്ത് നോക്കൂ, ആക്സസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഇത് ഇന്ത്യൻ ഗവൺമെന്റ് കൃത്യമായിട്ട് ഈ സോഷ്യൽ മീഡിയ സ്ഥാപനങ്ങൾക്കെല്ലാം ലീഗലായിട്ടുള്ള ഒരു റിക്വയർമെന്റ് കൊടുത്തു. ഇപ്പൊ രാഹുൽ ഇന്ന് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണുന്നത് ഒരു ലീഗൽ ഡിമാൻഡ് കാരണം ഇന്ത്യയിൽ ഇത് ബ്ലോക്ക്ഡ് ആണ് എന്നാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് അങ്ങനെയുള്ള ഇന്ത്യ വിരുദ്ധത പറഞ്ഞിരുന്ന കുറേയധികം ആൾക്കാരുടെ അക്കൗണ്ടുകൾ ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്തിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ ടോട്ടലി അൺവെൽക്കം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷഹീദ് അഫ്രീദി. ഇനി എന്തുകൊണ്ടാണ് ഷഹീദ് അഫ്രീദി അൺവെൽക്കം ആകുന്നത്? എന്തുകൊണ്ടാണ് ഒരു ലീഗൽ ഡിമാൻഡ് ഇന്ത്യൻ ഗവൺമെന്റ് റേസ് ചെയ്തതിനുള്ള കാരണം? ഇന്ത്യയുടെ സൈന്യത്തിനെ പറ്റി പാകിസ്ഥാനിലുള്ള സമ TV ഒരു അഭിമുഖം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ഉപയോഗിച്ച 2 വാക്കുകളുണ്ട്. ഒന്ന് ഇൻഎഫിഷ്യന്റ്, 2 യൂസ്ലെസ്. കാര്യപ്രാപ്തി ഇല്ലാത്ത സൈന്യമാണ് ഇന്ത്യക്കുള്ളത്, ഉപയോഗശൂന്യമായിട്ടുള്ള സൈന്യമാണ് ഇന്ത്യക്കുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞിരുന്ന ഏറ്റവും ആപൽക്കരമായിട്ടുള്ള പ്രസ്താവന, ഇന്ത്യയാണ് ടെററിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, പാകിസ്ഥാനല്ല, തീവ്രവാദം പ്രൊമോട്ട് ചെയ്യുന്നത് ഇന്ത്യയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വാദം. രണ്ടാമത്തെ, പഹൽഗാമുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇതേ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യക്കാർ അവരുടെ സ്വന്തം ആൾക്കാരെ കൊല്ലുന്നു എന്നിട്ട് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നു എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് വെച്ചിട്ടല്ല, അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഫെയിം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ത്യക്കെതിരെ നടത്തുന്ന പ്രസ്താവനകൾ കൊണ്ട് അദ്ദേഹം ഒരു പെർസോണ നോൺ ഗ്രാറ്റയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുന്നത്. അതല്ലാതെ അദ്ദേഹം കേവലം ഒരു പാകിസ്ഥാനി ആയതുകൊണ്ടോ അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ടോ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെ സ്വീകരിച്ച് അവിടെ കൊണ്ടുപോയിരിക്കുന്ന ആളിന്റെ ജാതിയോ മതമോ ഒന്നും തന്നെ നമുക്ക് അറിയേണ്ടതില്ല. ഇപ്പൊ തന്നെ ഇതിന്റെ സംഘടനയുടെ നിലവിലെ ഭാരവാഹികളുടെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതിൽ മുസ്ലിങ്ങൾ മാത്രമാണ് ഉള്ളത്. അതിൽ പേരുകൊണ്ട് നമുക്ക് ക്രിസ്ത്യൻ ആണെന്നും ഹിന്ദു ആണെന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന നിരവധിയായിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ ഇതിൽ ക്രിക്കറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്രിക്കറ്റ് താരത്തിനോടുള്ള ആരാധന എന്ന് പറയുന്നത് കേവലം കളിയല്ല, അതിനെ കാര്യമായിട്ടാണ് ഡിപ്ലോമസിയുടെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബയലാറ്ററൽ സീരീസ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രാജ്യങ്ങൾ ടൂർ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ന്യൂട്രൽ വെന്യൂവിൽ മാത്രം ഏതെങ്കിലും ഒരു ടൂർണമെന്റിന്റെ ഭാഗമായിട്ട് മാത്രമേ കളിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? കളിയെ കേവലം കളിയായി കരുതാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പൊ ഈ സമയത്ത് ഈ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന, പാകിസ്ഥാന് വേണ്ടി ഇന്ത്യക്കെതിരെ ഇന്ത്യൻ സൈന്യത്തിനെ, ഇന്ത്യൻ ജനങ്ങളെ, ഇന്ത്യൻ ഗവൺമെന്റിനെ ചീത്തപ്പെടുത്തുന്ന, ഇന്ത്യയിൽ ബാൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിനെ ഇവിടെയുള്ള കുറെ മലയാളികൾ ചേർന്നിട്ട് സ്വീകരിക്കുന്നു. ചേട്ടാ, ഞങ്ങളുടെ പരിപാടിക്ക് കൂടി ഒന്ന് വന്നിട്ട് പോകൂ എന്ന് രാഹുൽ പറയുന്നത് പോലെ അത്ര ലളിതമായിട്ട് നമുക്ക് കരുതാൻ കഴിയുന്ന ഒരു കാര്യമല്ല. രാഹുൽ പറഞ്ഞ മറ്റൊരു കാര്യം ഇന്ത്യയിൽ ഇരുന്ന് ഓപ്പറേഷൻ സിന്ദൂരിനെ വിമർശിക്കുന്നവർ ഉണ്ടല്ലോ, അതെല്ലാം ഇന്ത്യ വിരുദ്ധതയാണ്, രാജ്യവിരുദ്ധതയാണ്, ദേശവിരുദ്ധതയാണ് എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നാണ് ആ ചോദ്യവും രാഹുൽ ഉന്നയിച്ചിരുന്നു. അല്ല, നോക്കൂ, ഇന്ത്യയിൽ നിന്നിട്ട് ഒരാൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അത് വിജയമാണോ അല്ലയോ എന്നുള്ളത് അയാളുടെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായിട്ട് വിലയിരുത്തുന്നത് പോലെ അല്ല ഇന്ത്യയിലുള്ള പട്ടാളക്കാർ ഇന്ത്യയിലുള്ള ആൾക്കാരെ തന്നെ കൊന്നതിന് ശേഷം, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മനുഷ്യർ ഇന്ത്യയിലുള്ള മറ്റു മനുഷ്യരെ കൊന്നതിന് ശേഷം പാകിസ്ഥാനെ ബ്ലെയിം ചെയ്യുകയാണെന്ന്. സഞ്ജയ് റൌട്ട് അതൊന്ന് പറയട്ടെ. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ വിജയമാണോ ഇല്ലയോ എന്നൊക്കെ ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള വിലയിരുത്താം. പക്ഷേ ഈ രീതിയിൽ സഞ്ജയ് റൌട്ട് ഒന്ന് പറയട്ടെ, ഇന്ത്യൻ ഗവൺമെന്റ് ഓർക്കസ്ട്രേറ്റ് ചെയ്ത് ഇന്ത്യക്കാരെ പഹൽഗാമിൽ കൊന്നിട്ട് പാകിസ്ഥാനെ ബ്ലെയിം ചെയ്യുകയാണ് എന്ന ഷാഹിദ് അഫ്രീദിയുടെ സ്റ്റേറ്റ്മെന്റ് സഞ്ജയ് റൌട്ട് ഒന്ന് പറയട്ടെ. പിന്നീട് അദ്ദേഹം സൂര്യപ്രകാശം കാണില്ല, അദ്ദേഹം നിരന്തരം അകത്ത് കിടക്കും. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അത് അങ്ങേയറ്റത്തെ ദേശദ്രോഹപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഞാൻ പറയുന്നത്, അത് പറയുന്ന ഒരാളിനെ, ചേട്ടാ ഇവിടെ വരെ വന്നതല്ലേ, ഞങ്ങൾ അവിടെ വന്നിട്ട് ഒരു ചായയും കൂടെ കുടിച്ചിട്ട് പോകൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത് അത്ര ലളിതമാണെന്ന് രാഹുൽ ഈശ്വർ പറയുന്നുണ്ടെങ്കിൽ അത് അത്ര ലളിതമല്ല.
ഞാൻ കൃത്യം പറയാം. ആദ്യം ശ്രീജിത് ഭായിയോട് യോജിപ്പ് പറയാം. എക്സ് അക്കൗണ്ട് ബ്ലോക്ക്ഡ് ആണ്, യൂട്യൂബ് അക്കൗണ്ട് ബ്ലോക്ക്ഡ് ആണ്. പക്ഷേ ഷാഹിദ് അഫ്രീദിയുടെ വിസ ഉണ്ടെങ്കിൽ, അങ്ങ് പറഞ്ഞ വെച്ചാണ് ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്തത്, വിസ ബ്ലോക്ക്ഡ് ആണെന്നുള്ള ഒരു ന്യൂസ് എവിടെയും ഇല്ല. അങ്ങനെ ഡെഫിനിറ്റീവ് ആയിട്ട് എവിടെയും ന്യൂസ് ഇല്ല. എല്ലാ വിസയും സ്റ്റാൻഡ്സ് ക്യാൻസൽഡ് ആണ് രാഹുൽ. എല്ലാ പാകിസ്ഥാൻ വിസകളും സ്റ്റാൻഡ്സ് ക്യാൻസൽ. അത് ഇന്ത്യയിലുള്ള പാകിസ്ഥാൻകാരോട് തിരിച്ചു പോകാൻ പറഞ്ഞതല്ലേ? അല്ല, പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാർക്ക് എൻട്രി കിട്ടാം. അങ്ങനെ ഒരു എനിക്കറിയില്ല, അങ്ങനെ ഒരു വാർത്ത എന്തായാലും അവൈലബിൾ അല്ല. രണ്ട് എക്സ് അക്കൗണ്ട് അവൈലബിൾ ആണ്. ഞാനിപ്പം ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്താ പോരെ? നമുക്ക് എല്ലാം ഗ്രോക്കും ചാറ്റ് ജിപിടി ചെക്ക് ചെയ്താ പോരെ? ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയപ്പോ തന്നെ സകല പാകിസ്ഥാനികളുടെ ആയിക്കോട്ടെ, ഇങ്ങോട്ട് വരുന്നില്ലല്ലോ അവരാരും. നിർത്തി, ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ഉൾപ്പെടും. രണ്ട്, ഷാഹിദ് അഫ്രീദി അടക്കമുള്ള ആൾക്കാരെ നമ്മൾ വെൽക്കം ചെയ്യുകയോ, ഈ പാവപ്പെട്ട ഇവിടുത്തെ മലയാളികൾ ഇത്രയൊന്നും ചിന്തിച്ചിട്ടല്ലല്ലോ. അടുത്തൊരു പരിപാടിക്ക് അദ്ദേഹം വന്നു, ഇങ്ങോട്ട് വിളിച്ചു കയറ്റി 10 മിനിറ്റ് പരിപാടിക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ബിടെക് പഠിച്ചതിന് ശേഷമുള്ള പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ടെന്നാണോ കരുതുന്നത്? ഇതിന്റെ പിന്നിൽ എന്തോ ചുമ്മാ വെറുതെ അതിലെ പോയ ഷഹീദ് അഫ്രീദി വെറുതെ നടന്നു വന്ന് കയറിയെന്നാണോ കരുതുന്നത്? ആണ്. ഷാഹിദ് അഫ്രീദി തൊട്ടപ്പുറത്തെ പരിപാടിക്ക് വന്നു. ഇവരിൽ പലരും എന്നോട് പറഞ്ഞത്, ഇപ്പൊ നാട്ടുകാരോടും പറയുന്നത്, ഞങ്ങൾ വിളിച്ചല്ല ഇങ്ങോട്ട് വന്നതെന്നാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവര് പോയി രാഹുലീശ്വർ, താങ്കളോട് അവർ പറഞ്ഞിരിക്കുന്ന നുണയാണെന്ന് താങ്കൾക്ക് ധാരണയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവരെ മറ്റു കാര്യങ്ങളിൽ ന്യായീകരിക്കുന്നത്? കാരണം ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയാണ്. അങ്ങോട്ട് പോയി ഇയാളെ വിളിച്ചതാണ്. ഈ മീഡിയ അപ്രോർ ഉണ്ടാകുന്നതുകൊണ്ട് അവരല്ല എന്ന് പറയുന്നു. അല്ലാതെ മീഡിയ അപ്രോർ ഇവിടെ ഉണ്ടായി. മീഡിയ റിപ്പോർട്ടിംഗ് ആണോ അപ്രോറോ ആക്രമണം? ഈ കാര്യങ്ങളെല്ലാം പാകിസ്ഥാൻ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. ഇതൊക്കെ താങ്കൾക്ക് അറിയാവുന്നതാണ്. അല്ല, ഷഹീദ് അഫ്രീദി വന്ന ചടങ്ങ് എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു ചടങ്ങിലേക്കാണ്. അവിടെ ഉപഹാരം സ്വീകരിച്ചാനയിക്കുമ്പോൾ അത് ആഘോഷിക്കുന്ന പാകിസ്ഥാൻ സർക്കാരുമാണ്. രാഹുൽ ഈശ്വർ, ഇന്ത്യയിൽ ഷാഹിദ് അഫ്രീദി ഇന്ത്യയിൽ അസ്വീകാര്യനാണ്, ഇന്ത്യക്കാർക്ക് അസ്വീകാര്യനാണ്, ഗവൺമെന്റിന് അസ്വീകാര്യനാണ്. അത് അറിയാത്ത ആൾക്കാരാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ബിടെക് പഠിച്ചതിന് ശേഷം ഇപ്പോ ദുബായിൽ പോയി താമസിക്കുന്നത്. അതേ പറഞ്ഞത്, അതറിയാത്ത ആൾക്കാരാണ്. അല്ല, അവരുടെ പാസ്പോർട്ട് ഇന്ത്യൻ ആണേ. ഗൾഫിൽ ഈ രാജ്യങ്ങളിലൊന്നും പൗരത്വം ഇല്ലല്ലോ. അവരവിടെ പോയിട്ട് ഞാൻ ചോദിക്കുന്നത് കേൾക്കൂ. അവിടെ ഇന്ത്യൻ പൗരത്വം ഇപ്പോഴുമുള്ള, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ഇവർ അവിടെ പോയതിനു ശേഷം ഇന്ത്യയുമായിട്ടുള്ള അഫ്രീദിയുടെ ബന്ധം എന്താണെന്നോ, ഇന്ത്യൻ ഗവൺമെന്റിനെ പറ്റി അഫ്രീദി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നോ, നമ്മുടെ സൈന്യത്തിനെ പറ്റിയും ജനങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്നത് എന്താണെന്നോ, ഈ ഒരു സാഹചര്യത്തിൽ അഫ്രീദിയുടെ പ്രാധാന്യം എന്താണെന്നോ മനസ്സിലാക്കാത്ത മണ്ടന്മാരാണ് ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ബിടെക് പഠിച്ചിട്ട് അവിടെ പോയി ജോലി ചെയ്യുന്നത് എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റില്ല. അതിന്റെ കൃത്യമായ മറുപടി, ഇത്രയൊന്നും കൂലങ്കഷമായി ചിന്തിക്കുകയോ ഈ രീതിയിൽ ഗൂഢാലോചനയിൽ ചിന്തിക്കുകയോ ഒന്നും ചെയ്തല്ല. രാഹുൽ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. അല്ല, രാഹുൽ ഈശ്വർ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ പറയാം. കാരണം അവരിറക്കിയിരിക്കുന്ന ആ പ്രസ്താവന നോക്കിയാൽ ഏപ്രിൽ 5-ന് ഈ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഹാൾ അവർ ബുക്ക് ചെയ്യുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായി ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഇല്ല എന്നവർ പറയുന്നു. പിന്നീട് ഏപ്രിൽ 22-നാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് അവർക്കറിയാം. അപ്പൊ അത് അറിഞ്ഞതിന് ശേഷം ഒരു പക്ഷേ വെന്യൂ മാറ്റാനായിട്ട് പോലും അവർ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവർ പറയുന്നത് വേറെ വെന്യൂ ഈ റേറ്റിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ PAD-യിൽ ഇത് നടത്തുന്നത് പോലും അനൗചിത്യമാണ് എന്നുള്ള ഒരു തോന്നൽ അവരിൽ ആർക്കൊക്കെയോ ഉണ്ടായത് കൊണ്ടാണ്. എന്നിട്ടും അവർ ആ ഇവന്റ് ക്യാൻസൽ ചെയ്തില്ല, ആ ഇവന്റ് പോസ്റ്റ്പോൺ ചെയ്തില്ല. എന്നിട്ട് പാകിസ്ഥാനി ഓഡിറ്റോറിയം എന്ന് അറിയപ്പെടുന്ന ആ സ്ഥലത്ത് തന്നെ അത് നടത്തുകയും അവിടെ ഈ പോയിരിക്കുന്ന ഷാഹിദ് അഫ്രീദിയെ പോയി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രീജിത് ഭായ് ഒരു വരി വിട്ടു അവരുടെ പ്രസ്താവനയിൽ. അതിനുശേഷം ഡിപ്ലോമാറ്റിക് ടെൻഷൻസ് ഈസ് ചെയ്തപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് സൈനിക നടപടിയിൽ ഈസ് ചെയ്തിട്ടുണ്ട്. രാഹുലിനെ ഞാൻ വ്യക്തമാക്കി തരാം. രാഹുൽ വ്യക്തമാക്കാം. ഇല്ല, ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളിൽ രാഹുൽ ഒരു സെക്കൻഡ്, രാഹുൽ അത് കേൾക്കൂ. രാഹുൽ പറഞ്ഞത് തെറ്റാണ്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എംബസിയിൽ ഒരു വലിയ റാം ഡൗൺ നടന്നു. 55 പേരിലധികം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 30 നമ്മൾ ആൾക്കാരെ റാം ഡൗൺ ചെയ്തു, പാകിസ്ഥാനും ചെയ്തു. 2, അവിടെ ഉണ്ടായിരുന്ന കീ പൊസിഷനുകളിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ മുഴുവനും നമ്മൾ തിരിച്ചു വിളിച്ചു, പാകിസ്ഥാനും അതുപോലെ ചെയ്തു. 3, പാകിസ്ഥാൻ ഷിംല കരാറിൽ നിന്ന് മാറിയിരിക്കുന്നത് നയതന്ത്രപരമായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി അബയൻസിൽ വെച്ചിരിക്കുന്നതിൽ നിന്ന് നമ്മളും മാറിയിട്ടില്ല.
4, ഇന്ത്യ പാകിസ്ഥാൻകാർക്ക് വിസ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡ്സ് ക്യാൻസൽഡ് എന്ന് പറഞ്ഞിരുന്നാൽ ഇപ്പോഴും പാകിസ്ഥാനികൾ ഇന്ത്യയിൽ അൺവെൽക്കം ആണ് എന്ന് തന്നെയാണ്. ഇവിടെ നിന്നുള്ള പാകിസ്ഥാൻകാർ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ആ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഇനി പാകിസ്ഥാനുമായി ബൈലാറ്ററൽ ചർച്ചയുണ്ട് എങ്കിൽ തന്നെ പാക് ഒക്യുപ്പൈഡ് കാശ്മീരും ടെററിസവും മാത്രമേ ചർച്ച ചെയ്യൂ എന്നുള്ളതാണ് ഔദ്യോഗിക പൊസിഷൻ. എന്ന് വെച്ചാൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് എന്ത് തീരുമാനങ്ങൾ നമ്മൾ എടുത്തോ അതിൽ ഒരു കുറവും വന്നിട്ടില്ല, ഒരയവും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവന്മാരോട് ആരാ പറഞ്ഞത് ഡിപ്ലോമാറ്റിക് കാര്യങ്ങൾ ഈസ് ആയിട്ടുണ്ടെന്ന്? ഒരു വരിയിൽ മറുപടി, ഇവർ നേരത്തെ പ്ലാൻ ചെയ്ത് വിളിച്ചുകൊണ്ട് വന്നെങ്കിൽ ഇവരുടെ ഏതെങ്കിലും ഇൻവിറ്റേഷൻ കാർഡിൽ ഷാഹിദ് അഫ്രീദിയുടെ പ്ലാൻ ചെയ്തൊന്നും ആരും പറഞ്ഞില്ലല്ലോ. അവരെ പോയി വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് തെറ്റാണെന്നല്ലേ പറഞ്ഞത്? പ്ലാൻ ചെയ്തെന്ന് ആര് പറഞ്ഞു? ഇതൊരു ഗൂഢാലോചന. പണിക്കർജിക്ക് ഉള്ളിന്റെ ഉള്ളിൽ അഭിപ്രായം ഉണ്ടോ? തീർച്ചയായും. പിന്നെ ചുമ്മാ ഒരാൾ തീരുമാനിച്ചതാണെന്നാണ് രാഹുൽ പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം, അത് ഗൂഢാലോചന ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം ഷാഹിദ് അഫ്രീദി വെറുതെ വിളിക്കാത്തടത്ത് ഉണ്ണാൻ ചെല്ലുന്ന ആളല്ല. അതിലെ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഇന്ത്യക്കാരുടെ ഒരു ആഘോഷം നടക്കുന്ന സമയത്ത് ഇത്രയും മോശമായ പ്രസ്താവനകൾ രാജ്യത്തിനെതിരെ നടത്തിയ ഒരാൾ എന്നാൽ ചുമ്മാ അതിലെ വലിഞ്ഞു കയറി ചെല്ലാമെന്ന് കരുതുന്നയാളല്ല. ഇനി അദ്ദേഹത്തിനെ അവിടെ നിന്ന് ഇവർ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന രാഹുൽ വായിച്ചല്ലോ. അദ്ദേഹത്തിന് അവിടെ ആക്സസ് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നും ആ ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നും പറയുന്നു. വിഷ്വലി രാഹുൽ കണ്ടിട്ടിരിക്കുമല്ലോ. അതിൽ അവിടെ നിന്ന് ഗേറ്റിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെ ഇവിടെ എസ്കോർട്ട് ചെയ്തിട്ട് ആൾക്കാർ വരികയും അഷർ ചെയ്ത് അദ്ദേഹത്തിനെ വേദിയിലേക്ക് കൊണ്ടുപോവുകയും മൈക്ക് എടുത്തിട്ട് ഈ ക്രൗഡിന് ആവേശം ഉണ്ടാക്കുകയും ചെയ്ത് അദ്ദേഹത്തിന് മൈക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആക്സസ് അവർ ആഗ്രഹിച്ചിരുന്നുവെന്നും അവർ ഈ ക്രൗഡ് മാനേജ്മെന്റ് ഇങ്ങനെ തന്നെ ആകണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നുവെന്നുമാണ്. ആക്സസ് ഇല്ല അല്ലല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കാം. ആക്സസ് ഇല്ലാത്ത ഒരാൾ ആക്സസ് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ ശരി, അയാൾ അകത്ത് കയറി. അയാൾ സ്റ്റേജിൽ വന്നത് എങ്ങനെയാ? സ്റ്റേജിൽ വെച്ചിട്ട് അയാൾ മൈക്ക് എടുത്തത് എങ്ങനെയാ? അയാൾക്ക് ഗിഫ്റ്റ് കൊടുത്തത് എങ്ങനെയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് സോളിസിറ്റഡ്. അത് നേരത്തെ ചെയ്തോ അന്നത്തെ ദിവസം ചെയ്തോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ. അതാണ് പ്രശ്നം. ഒരു വരി ചൂണ്ടിക്കാണിക്കാം. യഥാർത്ഥത്തിൽ അവർ ഈ വിഷയം വന്നപ്പോൾ, മീഡിയയിൽ വാർത്ത വന്നപ്പോൾ പേടിച്ചു പറയുന്നതാണ്. നമുക്കെല്ലാം അറിഞ്ഞൂടെ എന്താ സംഭവിച്ചതെന്ന്. ഇവർ അങ്ങോട്ട് പോയി തന്നെ വിളിച്ചതാണ്, യാതൊരു സംശയവുമില്ല. ഇവർ അങ്ങോട്ട് പോയി വിളിച്ചു. പക്ഷേ അതിനിയും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചത് പറയാത്തതാണ്. ഷാഹിദ് അഫ്രീദിയെ ഇവർ തന്നെ ആലോചിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് മൈക്കിൽ എടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ അസോസിയേഷനിൽ വന്നതിൽ വി ആർ ലക്കി ടു ഹാവ് യു. ആ വരികൾ കേട്ടാ അറിയാം, വി ആർ ലക്കി ടു ഹാവ് യു. അത് വരുന്ന ഒരു ഗസ്റ്റിനോട് ഔപചാരികതയുടെ രാഹുൽ പറയുന്നു. എന്നിട്ട് ഇങ്ങനെ വന്നത് ഭാഗ്യമാണെന്ന് പറഞ്ഞു. എങ്ങനെ രാഹുൽ ഇത് രണ്ടും കൂടെ ശരിയാവും? ഇത് രണ്ട് ശരിയല്ലേ സീത് ഭായ്? എങ്ങനെ ശരിയാവും? നേരത്തെ പ്ലാൻ ചെയ്ത ഗസ്റ്റ് ആണോ? ഇവരുടെ നോട്ടീസിൽ പേരുണ്ടോ? ഇവർ അന്ന് വിളിച്ചോ? വിളിക്കാതെ വരുമോ? വിളിക്കാതെ രാഹുൽ ഒരു സെക്കൻഡ്. രാഹുൽ അന്ന് വിളിച്ചാലും 10 ദിവസം മുമ്പ് വിളിച്ചാലും there has to be a planning. ഒരു കാര്യം വ്യക്തമാണ്, ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്നത് ഇന്ത്യയിൽ വെറുക്കപ്പെട്ടവനാണ്. ഇന്ത്യ പ്രസ്താവന തുടർച്ചയായി രാഹുൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. രാഹുൽ ഞാൻ പറയാം. അവർ പറഞ്ഞിരിക്കുന്നത് ഈ നടപടി മൂലം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ഇത് ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് അപ്പോളജൈസ് ചെയ്യുന്നുവെന്നുമാണ്. അല്ലാതെ ഷാഹിദ് അഫ്രീദി അവിടെ കൊണ്ടുവന്നിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നോ കൊണ്ടുവന്നിരിക്കുന്ന ആ നടപടിയിൽ ഞങ്ങൾ അപ്പോളജൈസ് ചെയ്യുന്നുണ്ടോ അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. തീരുമാനം അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ ഗ്രേറ്റ് ക്രാഷ് ചെയ്ത് വന്നിരിക്കുന്ന അഫ്രീദിയെ അവിടെ കൊണ്ടുപോയിരിക്കുന്ന ആൾക്കാർ ഓർഗനൈസേഷന്റെ ആളില്ല എന്ന് പറയുന്നത് രാഹുൽ വായിച്ചോ? രാഹുൽ ഈശ്വർ ഇത് വായിച്ചോ? രാഹുൽ ഇത് കേൾക്കോ? നോ മെമ്പർ ഓഫ് ദി ഓർഗനൈസിംഗ് ടീം ഒഫീഷ്യൽസ് ഓർ ആലുമിനി മെമ്പേഴ്സ് ഇൻവൈറ്റഡ് ദം ഓർ കോർഡിനേറ്റഡ് ദിസ് അപ്പിയറൻസ്. അപ്പൊ ആ കൂടെ വന്നിരുന്ന ആൾക്കാർ, ആ സ്റ്റേജിൽ നിന്നിരുന്ന ആൾക്കാർ ഇന്നലെ ജനിച്ച ആൾക്കാരോ? ഇത് ഞാൻ വായിക്കുക മാത്രമല്ല, ഞാൻ പേഴ്സണലി ഇവരോട് സംസാരിച്ചു. ഞാൻ അവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് ലൈവായിട്ട് എല്ലാവരും അറിയാൻ, നിങ്ങൾ അംഗീകരിക്കേണ്ട, പക്ഷെ അറിയാനാണ്. ആ സംഘടനയിലെ ആൾക്കാർക്കടക്കം ഈ മാധ്യമ വാർത്തകൾ വന്നതിൽ അവർക്ക് പേടിയും ഭയവും ഉണ്ട്. അവർ പേടിച്ചിരിക്കുകയാണ്. അവർ ഇത്രയൊന്നും ഉദ്ദേശിച്ചില്ല. അപ്പുറത്തൊരു സെലിബ്രിറ്റി വന്നു, ഞങ്ങളുടെ അടുത്തൂടെ തല കാണിക്കാമെന്ന് ചോദിച്ചു. ഇത് ഗൾഫിൽ സ്ഥിരം നടക്കുന്ന ഒരു പരിപാടിയാണ്. ദാവൂദ് ഇബ്രാഹിം, ഷാഹിദ് അഫ്രീദി തമ്മിൽ എന്ത് കമ്പാരിസൺ ആണ് ഭായി? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സൈന്യം ഇന്ത്യക്കാരെ കൊന്നിട്ട് പാകിസ്ഥാനെ കുറ്റം പറയുന്നു എന്ന് പറയുന്നത് ദാവൂദ് ഇബ്രാഹിം ചെയ്യുന്നുള്ളൂ. ദാവൂദ് നേരിട്ട് പോയി ചെയ്യുന്നുണ്ട്, അഫ്രീദി ചെയ്യുന്നില്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. രണ്ടും അത് തന്നെയാണ്. വ്യത്യാസമില്ലേ? ഇനി ഷാഹിദ് അഫ്രീദിയെ വെള്ള പൂശുകയാണ് രാഹുൽ ഈശ്വർ ഇവിടെ.
രാഹുൽ ഈശ്വർ വെറുതെ ഇങ്ങനെ രാഹുൽ ഈശ്വർ വെറുതെ ഇങ്ങനെ സ്വയം വില കളയരുത്. ഒരു സെക്കൻഡ് ഷാഹിദ് അഫ്രീദിയായിട്ട് എനിക്ക് എന്തെങ്കിലും ബന്ധമോ പരിചയമോ അല്ല അങ്ങനെയാണെങ്കിൽ ഇനി ഷാഹിദ് വിളിച്ചാൽ അഫ്രീദിയെ കൊണ്ടുപോയവരുമായിട്ട് രാഹുലിന് ബന്ധമുണ്ടെന്ന് രാഹുൽ പറഞ്ഞു. ഉണ്ട്, അതുകൊണ്ടാ പറയണേ. അതാണ് ഇരിക്കുന്നത്. അല്ല, ഇവർ ഇത്രയൊന്നും അറിയുന്നില്ല. ഇവർ അപ്പുറത്തൊരു പിന്നെ അവർ ഇന്നലെ ഉണ്ടായ കുഞ്ഞുങ്ങളാണല്ലോ. രാഹുൽ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതാണ് രാഹുലിന് അറിയാമെങ്കിൽ എനിക്കറിയാമെങ്കിൽ അവർക്കും അറിയാം. അല്ല, ഒരു സംഘടന നടത്തുന്ന ആൾക്കാർക്ക് ഇതൊക്കെ അറിയാം. പിന്നെ ഈ സംഘടന നടത്തുന്ന ആൾക്കാർ ഇന്നലെ ജനിച്ചവരല്ലേ? ഇവർക്കൊന്നും അറിയത്തില്ല. ഇവർ പത്രം വായിച്ചു അയ്യോ പെഹൽഗാം ആക്രമണം ഉണ്ടായോ എന്ന് ഞങ്ങൾ ഞെട്ടി എന്നുകൂടെ പറയായിരുന്നു. ശ്രീജിത്ത് ഭായിക്ക് ശരിക്കും തോന്നുന്നുണ്ടോ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്? 100% പ്ലാൻ ചെയ്യാതെ അദ്ദേഹരെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. നടക്കില്ല. ആ സംഘടനയിലുള്ള അതിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. അങ്ങനെ ഒരാളെ വിളിച്ചുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ പ്ലാനിംഗ് ദാറ്റ് ഈസ് എ ഗൂഢാലോചന. അതാണ് കോൺസ്പിറസി. തൊട്ടപ്പുറത്ത് നടക്കുന്ന ഒരു പരിപാടി എന്റെ രാവിലെ തൊട്ടപ്പുറത്ത് അങ്ങനെ 100 കൂട്ടം കാര്യം നടക്കും. രാഹുലെ തൊട്ടപ്പുറത്ത് അല്ലാതെ ഷാഹിദ് അഫ്രീദിയെ കൊണ്ടുവന്ന് എന്തെങ്കിലും രാഹുൽ ഈശ്വർ തൊട്ടപ്പുറത്ത് 100 കൂട്ടം കാര്യം നടക്കും. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നമ്മൾ ഇവിടെ വിളിച്ചു. No, you are not coming to senses. You are not coming to senses. You have come with a bucket full of white paint. നേരെ തിരിച്ചാണ്. അവരെ കരിവാരി തേക്കരുത്. പാവപ്പെട്ട മലയാളികളാണ്. പാവമൊന്നുമല്ല. ഇതിൽ പാവമൊന്നുമില്ല. കഞ്ഞിക്ക് നിവൃത്തിയില്ലാത്തവരോ പാവമൊന്നുമല്ല. അവർ ചെയ്തിരിക്കുന്നത് രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണെന്നതിൽ സംശയമില്ല. അവർ ഇത്രയൊക്കെ ചിന്തിച്ചിട്ടാണോ ചെയ്തതെന്ന്? പിന്നെ ചിന്തിക്കാതെയാണോ ചെയ്യുന്നത്? പിന്നെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ യു ആർ അക്കൗണ്ടബിൾ ഫോർ യുവർ ആക്ഷൻസ്. യു ആർ അക്കൗണ്ടബിൾ ഫോർ യുവർ ആക്ഷൻസ്. പാകിസ്ഥാനിൽ നിന്നുള്ള ഒരുത്തനെ അവിടെ വിളിച്ചോണ്ട് വന്നിട്ട് ഇന്ത്യക്കെതിരെ പറയുന്ന ഒരുത്തനെ കൊണ്ടുവന്നിട്ട് ഇത് പറയുന്നില്ല. നിങ്ങളൊരു സംഘടനയാണ് രാഹുൽ. രാഹുൽ ഒരു സംഘടനയിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. ഒരു ട്രെയിൻ അല്ല ആ സംഘടനയിൽ. രാഹുൽ ഈശ്വർ കാണേണ്ടത്. രാഹുൽ ഈശ്വർ ഷഹീദ് അഫ്രീദിയെ ക്രിക്കറ്റ് താരം എന്ന രീതിയിലല്ല കാണേണ്ടത്. ശരി, ശ്രീ രഘുനാഥ് നായർ